بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. الله الذي جعل لكم الليل لتسكنوا فيه والنهار مبصرا إن الله لذو فضل على الناس ولكن أكثر الناس لا يشكرون. സ്നേഹമുള്ള സത്യവിശ്വാസികളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, മുസ്ലിമിൻ്റെ ഒരു ദിവസം എന്ന നമ്മുടെ പഠന പരമ്പരയിൽ രാത്രി സമയത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന, പ്രാധാന്യമർഹിക്കുന്ന ചില കാര്യങ്ങളിലേക്കാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുവാൻ ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്ന ആ പാതയിലൂടെ മുന്നോട്ട് പോയിക്കൊണ്ട് അവിടുത്തോട് മഹബ്ബത്ത് നിലനിർത്തുന്ന നല്ലവരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രാത്രിയായി കഴിഞ്ഞാൽ ആ രാത്രിക്ക് ചില ഷർറുകളുണ്ട് എന്നത് അംഗീകൃതമായ ഒരു തത്വമാണ്. നമുക്കെല്ലാം സുപരിചിതമായ സൂറത്തുൽ ഫലഖിൽ തന്നെ അല്ലാഹു അത് പറഞ്ഞു കാണാം. ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ്. രാത്രി അത് ഇരുൾ മൂടിക്കഴിഞ്ഞാൽ രാത്രിയുടെ ആഗമനത്തെ അവിടെ പ്രത്യേകമായി പരാമർശിച്ചിരിക്കുകയാണ്. അങ്ങനെ രാത്രി വന്നു കഴിഞ്ഞാലുള്ള കുറേ ഷർറുകളുണ്ട്. ആ ഷർറുകളിൽ നിന്ന് ഞാൻ അല്ലാഹുവിനോട് അഭയം ചോദിക്കുന്നു എന്ന് അഭയം ചോദിക്കുവാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഏവരും അഭയം ചോദിക്കാൻ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സൂറത്തുൽ ഫലഖിലൂടെ വളരെ വ്യക്തമായി തന്നെ പഠിപ്പിച്ചു തന്നിരിക്കുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ ചില ഹദീസുകൾ വളരെ കൃത്യമായി വിശദമായി തന്നെ ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. മഹാനായ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്ന ഹദീസിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി, ഇദസ്തജ്നഹൽ ലൈലു ഔ കാന ജുൻഹുൽ ലൈൽ ഫകുഫു സിബിയാനകും ഫഇന്ന الشياطين تنتشر حينئذ
فإذا ذهب ساعة من العشاء فخلوهم وأغلق بابك وذكر اسم الله وأطفئ مصباحك وذكر اسم الله وأوك سقاءك وذكر اسم الله وخمر إناءك وذكر اسم الله ولو تعرض عليه شيئا റവാഹു മുസ്ലിം റഹിമഹുല്ലാ. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചില യാഥാർത്ഥ്യങ്ങൾ നമ്മുടെയൊക്കെ ശ്രദ്ധയിലേക്ക് നാം ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഈ ഹദീസിൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഇദസ്തജനഹൽ ലൈൽ, രാത്രി ഇരുട്ടായി കഴിഞ്ഞാൽ, ഔകാന ജുൻഹുൽ ലൈൽ, അഥവാ അങ്ങനെയാണ് ചില റിപ്പോർട്ടിലുള്ളത്, രാത്രിയുടെ വരവ്, സന്ധ്യാസമയം അസ്തമിച്ച് അതുപോലെ തന്നെ ഇശാഇൻ്റെയും ഇടക്കുള്ള സമയം, ഫകുഫു സിബിയാനക്കും, നിങ്ങളുടെ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കുവീൻ, നിങ്ങളുടെ ചെറിയ കുട്ടികളെ നിങ്ങൾ പിടിച്ചു വെക്കണം, പുറത്തുവിടരുത് എന്നർത്ഥം. ഫഇന്ന ശയാത്തീന തൻതശിറു ഹീനഇദിൻ, കാരണം പിശാചുക്കൾ ആ സന്ദർഭങ്ങളിൽ വ്യാപരിക്കുന്ന നേരമാണത്. ഫൈദാ ദഹബ സഅത്തും മിനൽ ഇശാ, അങ്ങനെ ഇശാഇൻ്റെ അടുത്ത് ആ സമയം എത്തിക്കഴിഞ്ഞാൽ ഫഖല്ലൂഹും, നിങ്ങളവരെ വിട്ടേക്കുക. രണ്ടാമത്തെ നിർദ്ദേശം, വഅഗ്ലിഖ് ബാബക വദ്കുർ ഇസ്മല്ലാഹ്, നിങ്ങളുടെ വാതിൽ നിങ്ങൾ അടക്കുവീൻ, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട്. വാതിലടക്കുമ്പോൾ ദൈവിക നാമം, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് വാതിലടക്കാൻ. വഅത്ഫിഇ മിസ്ബാഹക വദ്കുർ ഇസ്മല്ലാഹ്, വിളക്കുകൾ അണക്കുക, വിളക്കുകൾ കെടുത്തുക, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. വഅൗകി സിഖാഅക, കുടിക്കുന്ന വെള്ളത്തിൻ്റെ പാത്രത്തെ ബന്ധിക്കുക, കുടിക്കുന്ന വെള്ളത്തിൻ്റെ ആ പാത്രം അത് നിങ്ങൾ ബന്ധിക്കുക, തോൽപാത്രമൊക്കെ. വദ്കുർ ഇസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം ഉച്ചരിക്കുകയും ചെയ്യുക. വഖമ്മിർ ഇനാഅക, നിന്റെ പാത്രത്തെ നീ മൂടി വെക്കുക. വദ്കുർ ഇസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമത്തെ ഉച്ചരിക്കുകയും ചെയ്യുക. വലൗ തഅറുദ അലൈഹി ശൈആ, മൂടിവെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ മുകളിൽ എന്തെങ്കിലും ഒന്ന് വിലങ്ങനെ ഒരു കൊള്ളിക്കമ്പെങ്കിലും വെക്കുക എന്ന നിർദ്ദേശം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയിരിക്കുകയാണ്. ഇവിടെ സഹോദരന്മാരെ, എന്താണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞത്? മഹാനായ ഇമാം നബവി റഹിമഹുല്ലാ അവിടുത്തെ ശറഹ് മുസ്ലിമിൽ ഈ ഹദീസിനെ വിവരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. അദ്ദേഹം പറയുകയാണ്, ഹാദൽ ഹദീസ്, ഈ ഹദീസ് ഫീഹി ജുമലുൻ മിൻ അൻവാഇൽ ഖൈരി വൽ അദബിൽ ജാമിഅ ലിമസാലിഹിൽ ആഖിറതി വദ്ദുനിയ, ഈ ലോകത്തെയും പരലോകത്തെയും നന്മകളെ സമ്മേളിപ്പിക്കുന്ന നിലക്കുള്ള വളരെയേറെ മര്യാദകളും നന്മയുടെ ഒട്ടേറെ കാര്യങ്ങളും ഈ ഹദീസിൽ അടങ്ങിയിട്ടുണ്ട്. ഫഅമറ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിച്ചിരിക്കുകയാണ്, ബിഹാദിഹിൽ ആദാബ്, ഈ മര്യാദകളെ, അല്ലത്തി, എങ്ങനത്തെ മര്യാദകളാണ്, ഹിയ സബബുൻ, അത് സബബാണ്, അത് കാരണമാണ്, ലിസ്സലാമത്തി മിൻ ഈദാഇ ശൈത്താൻ, ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാരണങ്ങളാക്കി അല്ലാഹു ഇതാ ഈ മര്യാദകൾ നമുക്ക് പഠിപ്പിച്ചിരുന്നിരിക്കുകയാണ്. വജഅലല്ലാഹു അസ്സ വജല്ല ഹാദിഹിൽ അസ്ബാബ, ഈ അസ്ബാബുകളെ, ഈ കാരണങ്ങളെ അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നു, അസ്ബാബൻ ലിസ്സലാമത്തി മിൻ ഈദാഇഹി, പൈശാചികമായ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ. അതുകൊണ്ട് തന്നെ ബിസ്മി ചൊല്ലി മൂടിവെച്ചിട്ടുള്ള പാത്രം തുറക്കാൻ, അതുപോലെ തന്നെ കെട്ടിഭദ്രമാക്കി വെച്ചിട്ടുള്ള വെള്ളപ്പാത്രം തുറക്കാൻ, ബിസ്മി ചൊല്ലി അടച്ചിട്ടുള്ള കവാടങ്ങൾ തുറക്കാൻ, അതിനൊന്നും ശൈത്താന് സാധിക്കുകയില്ല. ഈ കാരണങ്ങൾ നമ്മൾ പാലിച്ചിട്ടുണ്ടെങ്കിൽ, ബിസ്മി ചൊല്ലിക്കൊണ്ടാണ് വാതിലടക്കുന്നതെങ്കിൽ, ബിസ്മി ചൊല്ലിക്കൊണ്ട് പാത്രം മൂടിവെച്ചിട്ടുണ്ടെങ്കിൽ,
ബിസ്മി ചൊല്ലിക്കൊണ്ട് കുടിവെള്ളത്തിൻ്റെ പാത്രം ബന്ധിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ശൈത്താന്, അതല്ലെങ്കിൽ ഉപദ്രവങ്ങളുടേതായ ഏതെല്ലാം മാർഗങ്ങളിലൂടെ ഉപദ്രവങ്ങൾ അവയെല്ലാം ബാധിക്കാനുണ്ടോ അതിൽ നിന്നെല്ലാം ഈ സബബ് മുഖേന നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. ഏതുപോലെ സഹീഹായ ഹദീസിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ഒരാൾ തൻ്റെ വീട്ടിലേക്കുള്ള പ്രവേശന വേളയിൽ ബിസ്മി ചൊല്ലിയാൽ ശൈത്താൻ പറയുമല്ലോ നമുക്ക് ഈ വീട്ടിൽ നിന്ന് താമസമില്ല എന്ന്. ബിസ്മി ചൊല്ലി വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ശൈത്താൻ വീട്ടിലേക്ക് പ്രവേശനം ഇല്ല. ബിസ്മില്ല ചൊല്ലാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് കൽപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലണം, ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ല ചൊല്ലണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ശൈത്താൻ കഴിക്കും, നിങ്ങളുടെ കൂടെ ശൈത്താൻ വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കും. അതിനൊക്കെയുള്ള പ്രതിരോധ മാർഗമായി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണല്ലോ ബിസ്മി ചൊല്ലൽ. അതുപോലെ തന്നെ ഒരാൾ തൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സ്വകാര്യ നിമിഷത്തിൽ പോലും ആരെങ്കിലും അല്ലാഹുമ്മ ജന്നിബിന ശൈത്താന വജന്നിബി ശൈത്താന മാ റസഖ്തനാ, അല്ലാഹുവേ ശൈത്താനെ നീ ഞങ്ങളിൽ നിന്ന് അകറ്റേണമേ, ഞങ്ങൾക്ക് നൽകുന്നവയിലും നീ ശൈത്താനിനെ അകറ്റേണമേ എന്ന് പറയുന്ന ആ പ്രാർത്ഥന ഒരാൾ ഉച്ചരിക്കുന്നത് കാന സബബു സലാമത്തിൽ മൗലൂദി മിൻ ദററി ശൈത്താൻ, ശൈത്താന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് ജനിക്കപ്പെടുന്ന കുഞ്ഞിന് രക്ഷക്കുള്ള കാരണമായി മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കത് പഠിപ്പിച്ചു തന്നിട്ടുണ്ടല്ലോ. അപ്പൊ ഇതുപോലെ തന്നെയാണ് നമ്മളോട് ബിസ്മി ചൊല്ലാൻ പറഞ്ഞിട്ടുള്ള ഏത് കാര്യങ്ങളും. എന്നിട്ട് ഇമാം നവവി റഹിമഹുല്ല പറയുകയാണ്, വഫീ ഹാദൽ ഹദീസി, ഈ ഹദീസിലുണ്ട് അൽ ഹസ്സു അലാ ദിക്രില്ലാഹി തആല ഫീ ഹാദിഹിൽ മവാദിഅ്, ഈ പറയപ്പെട്ട സന്ദർഭങ്ങളിലെല്ലാം അല്ലാഹുവിൻ്റെ നാമം ഉച്ചരിക്കാനുള്ള പ്രോത്സാഹനമുണ്ട്. ഈ ഘട്ടങ്ങളിൽ മാത്രമല്ല, വയൽഹഖു ബിഹാ മാ ഫീ മഅനാഹാ, ഇതും ഇതുപോലെയുള്ള കാര്യങ്ങളിൽ ഏർപ്പെടുന്ന വേളയിലുമൊക്കെ അല്ലാഹുവിൻ്റെ നാമം ഏതൊരു നല്ല കാര്യത്തിന് തുടക്കം കുറിക്കുമ്പോഴും ബിസ്മില്ല പറയലും അതുപോലെ തന്നെ ഹംദ് പറയലുമൊക്കെ ഏറ്റവും പുണ്യകരമായ കാര്യമാണ് എന്നതുകൂടി ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കാം എന്നിങ്ങനെ ശറഹ് മുസ്ലിമിൽ ഇമാം നവവി റഹിമഹുല്ല രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇവിടെ സഹോദരന്മാരെ, പലരും പരിഹസിക്കുന്ന ഒരു ഹദീസാണിത്. പരിഹാസം ചെന്നുമുട്ടുന്നത് ആരിലേക്കാണ്? മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിലേക്കല്ലേ ചെന്നുമുട്ടുന്നത്? ഈ ഹദീസിന് വല്ല കുഴപ്പമുണ്ടെങ്കിൽ, ഈ ഹദീസിന് വല്ല തകരാറുമുണ്ടെങ്കിൽ അവരുടെ പരിഹാസത്തിന് അതൊരു കാരണമായി അവർക്ക് പറയാമായിരുന്നു. എന്നാൽ ഈ ഹദീസ് സഹീഹാണ്. സഹീഹ് മുസ്ലിമിലാണ് പറയുന്നത്, സന്ധ്യാസമയത്ത് രാത്രിയുടെ അല്പം ആകുന്നത് വരെ കുട്ടികളെ നിങ്ങൾ പുറത്തേക്ക് വിടരുത്. എന്താണ് അതിൻ്റെ കാരണം? നമുക്കറിഞ്ഞുകൂടാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാരണം ഫഇന്ന ശയാതീന തൻതശിറു ഹീനഇദിൻ, അന്നേരം പിശാചുക്കളുടെ വ്യാപരിക്കുന്ന നേരമാണ്. പിശാചുക്കളുടെ പ്രത്യേകമായ പ്രവർത്തനങ്ങളുടെ സമയമാണ് ആ സമയം. അതുകൊണ്ട് ചെറിയ കുട്ടികളെ നിങ്ങൾ ആ സമയങ്ങളിൽ പുറത്തേക്ക് വിടാതെ കുറച്ചു നേരം നിങ്ങളുടെ പക്കൽ പിടിച്ചു വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. എന്തൊക്കെയാണ് അതിലടങ്ങിയ യുക്തികൾ എന്ന് അള്ളാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. എന്തായിരുന്നാലും സന്ധ്യാസമയത്ത് നേരം ഇരുട്ടി ഒരൽപ്പം കഴിയുന്നത് വരെ കുട്ടികളെ ആ സമയത്ത് പുറത്തേക്ക് വിടാതെ നിങ്ങൾ പിടിച്ചു വെക്കണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ നിർദ്ദേശമുണ്ട്. അത് ഇസ്ലാമികമായി നാം പാലിക്കേണ്ടുന്ന ഒരു മര്യാദയും ഒരു സുന്നത്തായ കാര്യവും തന്നെയാണ് എന്നതിൽ നാം സംശയിക്കേണ്ടതില്ല. മാത്രമല്ല, വാതിലടക്കുമ്പോൾ, നമ്മളൊക്കെ വാതിലടക്കാറുണ്ട്, വാതിലടക്കുമ്പോൾ ബിസ്മി ചൊല്ലി വാതിലടക്കാൻ പ്രത്യേക നിർദ്ദേശം. അതുപോലെ തന്നെ വീട്ടിലുള്ള ലൈറ്റുകൾ ഓഫാക്കുവാൻ, വെളിച്ചത്തെ അണച്ചു കെടുത്തുവാൻ, അഥവാ തീയാണല്ലോ പണ്ട് കാലഘട്ടങ്ങളിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലഘട്ടത്തിലൊക്കെ, അടുത്ത കാലത്തല്ലേ ഈ വൈദ്യുതി ആ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ വന്നിട്ടുള്ളൂ. തിരി കത്തിച്ചുകൊണ്ട് അതാണല്ലോ വീടുകളിൽ വെളിച്ചം പകർന്നിരുന്നത്. അതുകൊണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോൾ
അതൊക്കെ ഊതിക്കെടുത്തണം, അണച്ചു കളയണം, അല്ലെങ്കിൽ തീപിടുത്തത്തിന് കാരണമാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, ലാ തത്റുകുന്നാറ ഫീ ബുയൂതികും ഹീന തനാമൂന, നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്ന സന്ദർഭങ്ങളിൽ നിങ്ങളുടെ വീടുകളിൽ നിങ്ങൾ തീ കത്തുന്ന നിലക്ക് വിട്ടേക്കരുത്. അത് അടുപ്പുകളിലുള്ള തീയാണെങ്കിലും സ്റ്റൗവിൻ്റെ തീയാണെങ്കിലും വിളക്ക് കത്തിച്ച് വെളിച്ചം കാണാൻ വേണ്ടി കത്തിച്ച് വെച്ചിട്ടുള്ള ആ തീയാണെങ്കിലും എല്ലാം ഹാദാ ആമുൻ യദ്ഖുലു ഫീഹി നാറുസ് സിറാജി വഗൈറുഹാ, വിളക്കിലുള്ള തീയാണെങ്കിലും അല്ലാത്ത തീയാണെങ്കിലും ഈ കാര്യത്തിൽ, ഈ നിർദ്ദേശത്തിൽ അത് ഉൾപ്പെടുമെന്ന് ഇമാം നവവി ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തുകയാണ്. കാരണം മറ്റൊരു ഹദീസിൽ കാണാം, ഫഇന്നൽ ഫുവൈസിഖത, എലികൾ തുളിരിമു അലാ അഹ്ലിൽ ബൈത്തി ബൈതഹും, വീട്ടുകാരെ അവരുടെ വീടടക്കം ചുട്ടുകരിക്കാൻ അത് കാരണമാകും എലികളുടെ പ്രവർത്തനം. ഇത്തരത്തിൽ കത്തിച്ച് വെച്ചിട്ടുള്ള ഒരു തിരിയുമായിട്ട് എലി വാഞ്ഞാ പോരെ, അത് വീടിൻ്റെ ഏതെങ്കിലും ഭാഗത്തേക്കിട്ടു, തീപിടുത്തമുണ്ടാകും. അതുകൊണ്ട് തന്നെ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത്രയൊക്കെ കാര്യങ്ങൾ, ദുന്യാവിലെ തീ പോലും ഒരു മനുഷ്യനെ സ്പർശിച്ചുകൂടാ എന്ന് ഈ ഉമ്മത്തിനോട് സ്നേഹമുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെ കൃത്യമായി തന്നെ പറഞ്ഞു. തീ അണച്ചു കടത്തിക്കൊണ്ടല്ലാതെ നിങ്ങൾ ഉറങ്ങരുത്. വീടുകളിൽ തീ ഉപേക്ഷിക്കപ്പെട്ട നിലക്ക് നിങ്ങൾ ഉറങ്ങരുത്. അടുപ്പുകളിൽ പലപ്പോഴും അടുപ്പുകളിലുള്ള തീ വെള്ളം കൊണ്ടോ മറ്റോ അണച്ചു കളയാതെ പല വീടുകളിലും ഉറങ്ങി അപകടങ്ങളുണ്ടായ ഘട്ടങ്ങളുണ്ട്. അതുപോലെ തന്നെ സ്റ്റൗ ഓഫാക്കാൻ മറന്നതിൻ്റെ പേരിൽ അപകടങ്ങളുണ്ടായ ഭവനങ്ങളും സ്ഥലങ്ങളുമുണ്ട്. അതുപോലെ തന്നെ തീപിടുത്തത്തിന് ഏതൊക്കെ കാരണങ്ങൾ ഉണ്ടായിത്തീരാമോ ആ നിലക്കുള്ള തീകളെ നിങ്ങൾ അണച്ചു കളയാതെ നിങ്ങൾ ഉറങ്ങാൻ പോകരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. ഏതേത് മേഖലകളിലാ ഇസ്ലാമിൻ്റെ നിർദ്ദേശങ്ങൾ ഇല്ലാത്തത്? അത് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ തീപിടുത്തത്തിന് കാരണമായി തീരാവുന്ന നിലക്കുള്ള ഏത് തീയുണ്ടെങ്കിലും അത് അണച്ചു കളയണം എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. പിന്നെ പറഞ്ഞതെന്താ? വെള്ളപ്പാത്രം, പണ്ട് കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞാൽ വെള്ളം സൂക്ഷിക്കുന്നത് തോൽപാത്രങ്ങളിലായിരുന്നു. ആ തോൽപാത്രങ്ങൾ ഭദ്രമായി കയറുകൊണ്ട് വരിഞ്ഞു മുറുക്കി കെട്ടിയിട്ടാണ് ആ വെള്ളം സൂക്ഷിച്ചു വെച്ചിരുന്നത്. അതാണ് സിഖാ, കുടിവെള്ളം സൂക്ഷിച്ചിരുന്ന തോൽപാത്രങ്ങൾ. കുടിവെള്ളം സൂക്ഷിച്ചിരുന്ന സംഭരണികളായി അന്നുണ്ടായിരുന്ന പാത്രങ്ങളെ പ്രത്യേകം കയറുകൾ കൊണ്ട് ബന്ധിച്ച് ചരടുകൾ കൊണ്ട് കെട്ടിമുറുക്കിയിട്ടാണ് അത് സൂക്ഷിച്ചിരുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെ കെട്ടിമുറുക്കാതെ നിങ്ങൾ ഉപേക്ഷിച്ചിടരുത്, വെള്ളപ്പാത്രം തുറന്നിടരുത്. അത് നിങ്ങൾ കെട്ടിവരിയുമ്പോൾ ബിസ്മില്ല ചൊല്ലണം. വഹമ്മിർ ഇനാഅക, നിന്റെ പാത്രം നീ മൂടി വെക്കണം. അത് ഭക്ഷണമുള്ള പാത്രമാണെങ്കിലും വെള്ളമുള്ള പാത്രമാണെങ്കിലും ഏത് പാത്രമാണെങ്കിലും ആ പാത്രം വെറുതെ മൂടി വെക്കാതിരിക്കാൻ പാടില്ല. പുറത്തിങ്ങനെ മൂടി വെക്കാതെ തുറന്നു വെക്കരുത്. വദ്കുരിസ്മല്ലാഹ്, അള്ളാഹുവിൻ്റെ നാമം നീ ഉച്ചരിക്കണം. ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കൊള്ളിക്കമ്പെങ്കിലും അതിൻ്റെ മേൽ വെക്കണം എന്ന് വരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുകയാണ്. വേറെ ചില ഹദീസുകളിൽ നമുക്ക് കാണാം, ഗത്തുൽ ഇനാഅ വഔകുസ് സിഖാഅ വഅഗ്ലിഖുൽ ബാബ വഅത്ഫിഉസ് സിറാജ ഫഇന്ന الشيطان لا يحل سقاء ولا يفتح بابا ولا يكشف إناء فإن لم يجد أحدكم إلا أن يعرض على إنائه عودا ويذكر اسم الله فليفعل. ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് അങ്ങനെയാണ് കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ പാത്രങ്ങൾ മൂടി വെക്കണം. വെള്ളത്തിൻ്റെ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ആ രൂപത്തിലുള്ള ഭദ്രമായി നിങ്ങൾ സൂക്ഷിക്കുന്ന വെള്ളത്തിൻ്റെ പാത്രങ്ങളെ നിങ്ങൾ കെട്ടിബന്ധിക്കണം. വാതിലുകൾ നിങ്ങൾ അടക്കണം. വിളക്കുകൾ നിങ്ങൾ അണച്ചു കളയണം. കാരണം അതൊക്കെ ബിസ്മി ചൊല്ലണം എന്ന് മുമ്പത്തെ ഹദീസിൽ നമ്മൾ കേൾക്കുകയും ചെയ്തു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ആ നിലക്ക് ഭദ്രമായ പ്രത്യേകമായ സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ ഫഇന്ന ശൈത്താന ലാ യഹുല്ലു സിഖാഅ, ശൈത്താൻ ആ വെള്ളപ്പാത്രം തുറക്കാനാവില്ല. വലാ യഫ്തഹു ബാബൻ, വാതിൽ തുറക്കാനാവില്ല. വലാ യക്ഷിഫു ഇനാഅൻ, ആ പാത്രത്തെ തുറന്നു വെക്കുവാനും ആ രൂപത്തിൽ മലിനപ്പെടുത്തുവാനും സാധ്യമാവുകയില്ല. നിങ്ങൾക്കൊന്നും കിട്ടിയില്ലെങ്കിൽ, പാത്രം മൂടി വെക്കാൻ ഒന്നും കിട്ടിയില്ലെങ്കിൽ ഒരു കൊള്ളിക്കമ്പെങ്കിലും അതിന്മേൽ നിങ്ങൾ വെക്കണം
ബിസ്മി ചൊല്ലുകയും ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇതും സ്വഹീഹ് മുസ്ലിമിലുള്ള ഹദീസാണ്. ഈ ഹദീസുകളൊക്കെ പലരും ഇന്ന് പുച്ഛിക്കുകയാണ്. ഓ ശൈത്താനിപ്പാട് വാതിലടച്ച നിൽക്കണോനാണല്ലോ ഇപ്പോൾ ശൈത്താന്, അല്ലെങ്കിൽ ഇപ്പോൾ വെള്ളപ്പാത്രത്തിൻ്റെ മീരങ്ങനെ മൂടി വെച്ചാൽ ശൈത്താന് തുറക്കാൻ കഴിയൂലേ? അതുപോലെ തന്നെ കുട്ടികളെപ്പം എന്താ ആ നേരത്താൻ പിടിച്ചു വെച്ച ശൈത്താനാണ് എന്തെങ്കിലും ചെയ്യുമോ? ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമുക്ക് കൃത്യമായ ഹിക്മത്ത് ബോധ്യമായത് മാത്രമേ അംഗീകരിക്കൂ. അല്ലാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ല ആര് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കുകയില്ല എന്ന നിലക്ക് സന്ധ്യാസമയത്ത് കുട്ടികളെ പിടിച്ചു വെക്കണം കുറച്ചു നേരത്തേക്ക് എന്ന് പറഞ്ഞതും, ബിസ്മി ചൊല്ലി വാതിലടക്കണം, അതുപോലെ തന്നെ വെള്ളപ്പാത്രം, അതിൻ്റെ ഒക്കെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അതിലൊക്കെ എന്താണ് അതിലടങ്ങിയിട്ടുള്ള യുക്തിയും അതിലടങ്ങിയിട്ടുള്ള തത്വങ്ങളും എന്ന് അറിയുന്ന നാഥൻ അല്ലാഹു മാത്രമാണ്. ആ റബ്ബ് അവൻ്റെ റസൂലിലേക്ക് വഹി അറിയിച്ചു കൊടുത്ത് ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോടൊരു കാര്യം പറഞ്ഞാൽ സമിഅനാ വ അതഅനാ, ഞങ്ങളത് കേട്ടിരിക്കുന്നു, ഞങ്ങളത് അനുസരിച്ചിരിക്കുന്നു എന്ന് പറയുകയല്ലാതെ അതിൻ്റെ യുക്തിയും അതിൻ്റെ മറ്റു ചില കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് പരിഹസിച്ച് നടുറോട്ടിലിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ വഹയികളെ, അള്ളാഹു അവിടുത്തേക്ക് കൊടുത്ത വഹയികളെ പരിഹസിക്കുന്നത് ഈമാനുള്ള മനുഷ്യന്മാർക്ക് ചേർന്നതല്ല. ഇതിനെയൊക്കെ പരിഹസിക്കുന്നത് ആരെയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെയല്ലേ പരിഹാസം ചെന്നെത്തുന്നത്? വഹീനെയല്ലേ പരിഹസിക്കുന്നത്? അള്ളാഹു അറിയിച്ചു കൊടുത്തതല്ലാതെ, വഹീന്റെ അടിസ്ഥാനത്തിലല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാതൊന്നും സംസാരിച്ചിട്ടില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ, വഹയായിട്ട് നൽകപ്പെടുന്നതല്ലാതെ അവിടുന്ന് ദീനിന്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല. ആ നിലക്ക് സംസാരിച്ചിട്ട കാര്യങ്ങളാണ് ഇതൊക്കെ. ഇതിലൊക്കെ ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നവയും ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതുണ്ട്. ഇതൊക്കെ അല്ലാഹു റബ്ബുൽ ആലമീൻ നമുക്ക് അറിയിച്ചു തന്നിട്ടുള്ള, വഹയിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള പല തത്വങ്ങളും നമ്മൾ അറിഞ്ഞതുണ്ട്, നമുക്ക് അറിവ് കിട്ടാത്തതുണ്ട്. നമ്മെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ യുക്തിയും ഹിക്മത്തുമൊക്കെ ബോധ്യമായാലും ഇല്ലെങ്കിലും അവിടുത്തെ ഹദീസിൽ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ ശരിയാണ്. എന്താ അതിൻ്റെ പിന്നിലടങ്ങിയ യുക്തി തത്വം എന്നൊന്നും ഞാൻ എൻ്റെ യുക്തിവാദം വെച്ച് അളക്കാൻ ഞാൻ തയ്യാറല്ല. എൻ്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിടത്ത് ഞാൻ നിൽക്കുന്നു. അങ്ങനെ പറഞ്ഞാൽ അങ്ങനെ ചെയ്യാം. അതാണ് ഒരു മുസ്ലിമിന് കരണീയമായ മാർഗം. അപ്പം സന്ധ്യാസമയമായി കഴിഞ്ഞാൽ, അതുപോലെ രാത്രിയായി കഴിഞ്ഞാൽ ഈ രൂപത്തിലുള്ള ചില പ്രത്യേകമായ മര്യാദകളൊക്കെ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഇതാരും നിഷേധിക്കാൻ പോകേണ്ടതില്ല. കാരണം ഇതൊക്കെ സഹീഹായ ഹദീസുകളിൽ സ്ഥിരപ്പെട്ട് കഴിഞ്ഞ യാഥാർത്ഥ്യങ്ങളാണ്. ഇനിയും സഹോദരന്മാരെ, വളരെ ഗൗരവത്തോടുകൂടെ നമ്മൾ മനസ്സിലാക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി ഞാൻ കേട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ജാബിർ റളിയല്ലാഹു തആല അൻഹു തന്നെ പറയുകയാണ്, അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞതെന്താ? വെള്ളപാത്രങ്ങളും അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ പാത്രങ്ങളുമൊക്കെ നിങ്ങൾ മൂടിവെക്കുകയും കെട്ടിവെക്കുകയും ഒക്കെ ചെയ്യണം. ഇനി കാരണം പറയുന്നത് കേട്ടോളൂ. ഫഇന്ന ഫിസ്സനതി ലൈലത്തുൻ യൻസിലു ഫീഹി വബാഉൻ ലാ യമുറ ബിനാഇൻ ലൈസ അലൈഹി ഗിതാഉൻ ഔ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാഅ്. ഇതും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത സഹീഹായ ഹദീസാണ്. ഒക്കെ മുസ്ലിമിലെ ഹദീസാ. അപ്പം നിങ്ങൾ കേട്ടത് ബുഖാരിയിലുണ്ട്, മുസ്ലിമിലുണ്ട്. ഇപ്പോൾ വായിച്ചത് മുസ്ലിമിലുള്ള ഹദീസ്. എന്താണ് പറയുന്നത്? നിങ്ങൾ വെള്ളപ്പാത്രവും ഭക്ഷണമുള്ള പാത്രങ്ങളും ഒക്കെ മൂടി വെക്കാതെ വെറുതെ തുറന്നിടരുത്. ഇന്നിപ്പോൾ ആരോഗ്യ ശാസ്ത്രം അതുമായി ബന്ധപ്പെട്ടവരൊക്കെ എന്ന് പറയുന്നില്ല, നിങ്ങൾ ഫ്രിഡ്ജിൽ ഭക്ഷണ പദാർത്ഥം വെക്കുകയാണെങ്കിൽ പോലും മൂടി വെക്കണം, പാത്രം കൊണ്ട് മൂടി വെക്കണം എന്നാണ് പറയുന്നത്. എവിടെയും തുറന്നിടരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് പറഞ്ഞിട്ട് കാരണം പറയാണ്, ഫഇന്ന ഫിസ്സന, നിശ്ചയമായും വർഷത്തിൽ ഒരു രാത്രിയുണ്ട്, കൊല്ലത്തിൽ ഒരു രാത്രിയുണ്ട്. ചില റിപ്പോർട്ടിൽ യൗമുന്നാണ്, ഒരു ദിവസമുണ്ട് എന്നാണ്. കൊല്ലത്തിൽ വർഷത്തിൽ ഒരു ദിവസമുണ്ട്. എന്താ ദിവസത്തിന്റെ പ്രത്യേകത? യൻസിലു ഫീഹി വബാഉൻ, ചില മാരക രോഗങ്ങൾ ഇറങ്ങുന്ന ചില ദിവസങ്ങളുണ്ട് ഒരു കൊല്ലത്തിൽ. മാരകമായ ചില രോഗങ്ങൾ പെയ്തിറങ്ങുന്ന, മാരകമായ ചില രോഗങ്ങൾ ഇറങ്ങുന്ന ഒരു ദിവസമുണ്ട് ഒരു വർഷത്തിൽ. അന്നത്തെ പ്രത്യേകത എന്താണ്? ലാ യമുറ ബിനാഇൻ ലൈസ അലൈഹി ഗിതാഉൻ, മൂടി വെച്ചിട്ടില്ലാത്ത ഭക്ഷണ പദാർത്ഥങ്ങൾക്കരികിലൂടെ ആ രോഗാണുക്കൾ വന്നാൽ, ഔ സിഖാഇൻ ലൈസ അലൈഹി വികാഉൻ,
തലപ്പ് അതല്ലെങ്കിൽ അതിൻ്റെ ഭാഗം കെട്ടിഭദ്രമാക്കി വെച്ചിട്ടില്ലാത്ത വെള്ളപ്പാത്രത്തിന്റെ സമീപത്തുകൂടെ ആ രോഗം വന്നു കഴിഞ്ഞാൽ ഇല്ലാ നസല ഫീഹി മിൻ ദാലികൽ വബാ, ആ രോഗത്തിൽ നിന്ന് അതിലേക്ക് ഇറങ്ങാതിരിക്കുകയില്ല. രോഗത്തിനത് കാരണമാകും. ആരാണിത് കണ്ടുപിടിച്ചത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് മെഡിക്കൽ കോളേജിലാണ് പോയി പഠിച്ചത്? എവിടെ നിന്നാണ് ഇത് അറിഞ്ഞത്? എവിടെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൈക്രോസ്കോപ്പിനെ കുറിച്ച് സംസാരിച്ചത്? എവിടെയാണ് ബാക്ടീരിയയെ കുറിച്ച് വന്നത് പരാമർശം? ഇതൊക്കെ എത്ര അടുത്ത കാലത്താണ് കണ്ടുപിടിക്കപ്പെട്ടത്? സൂക്ഷ്മദർശിനികളും മൈക്രോസ്കോപ്പുകളും അതുപോലെ തന്നെ ആ നിലക്കുള്ള ടെസ്റ്റുകളും അണുക്കളും രോഗാണുക്കളും ബാക്ടീരിയകളും ഇതൊക്കെ ഏത് കാലഘട്ടത്തിലാണ് അറിയപ്പെട്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരു കൊല്ലത്തിലൊരിക്കലൊരു രാത്രി, ഒരു ദിവസം മാരകമായ രോഗങ്ങൾ ഈ ഭൂമിയിലേക്ക് ഇറങ്ങുന്ന ഒരു രാത്രിയുണ്ട്, വർഷത്തിലൊരു ദിവസം. ആ സമയത്തെങ്ങാനും നിങ്ങളുടെ പാത്രങ്ങളും ഭക്ഷണ പദാർത്ഥങ്ങളുമൊക്കെ തുറന്നു കിടപ്പാണെങ്കിൽ അതിലേക്കായിരിക്കും ഇവ അരിച്ചിറങ്ങുന്നത്. അതുകൊണ്ട് നിങ്ങൾ മൂടി വെക്കണം. ദിവസം ഏതാണെന്നറിയില്ല, ഏതാണ് ആ രാത്രി, ഏതാ ദിവസം എന്നറിയില്ല. അതുകൊണ്ട് എല്ലാ ദിവസവും ഇത് പാലിച്ചോളണം, മൂടി വെക്കണം. ഭക്ഷണ പദാർത്ഥങ്ങൾ മൂടി വെക്കണം, വെള്ളപ്പാത്രം കെട്ടിവെക്കണം, മൂടി വെക്കണം. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർദ്ദേശിച്ചിരിക്കുകയാണ്. അപ്പൊ സഹോദരന്മാരെ, ഇതിനെക്കുറിച്ചൊക്കെ ഇപ്പോഴും ഒരുപാട് പഠനങ്ങളും ഗവേഷണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വർഷത്തിൽ ഇറങ്ങുന്ന രോഗങ്ങൾ ഏതൊക്കെ അറിഞ്ഞുകൂടാ. മാരകമായ പല രോഗങ്ങളും പകർച്ചവ്യാധികളും പലതും ഇങ്ങനെ ഭൂമിയിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കഴിയാവുന്ന നിലക്കുള്ള സലാമത്തിന്റെ, സുരക്ഷിതത്വത്തിന്റെ പ്രതിരോധ മാർഗങ്ങൾ വിശ്വാസികൾ സ്വീകരിക്കണം എന്ന് വെറും മൂടിവെക്കാൻ മാത്രമല്ല, മൂടിവെക്കുമ്പോൾ ഒരു ബിസ്മില്ല പറയാൻ, മൂടിവെക്കുമ്പോൾ ബിസ്മി ചൊല്ലാൻ ഇസ്ലാം നിർദ്ദേശിക്കുകയാണ്. ബിസ്മില്ലാ, വല്ലാത്തൊരു മന്ത്രമാണത്, വല്ലാത്തൊരു ദിക്റാണത്. അള്ളാഹുവിന്റെ നാമം കൊണ്ട് തുടങ്ങിയതെന്തും അതിനൊരു പ്രത്യേകമായ വളർച്ചയും പുരോഗതിയും ബറക്കത്തും അല്ലാഹു തആല തരാതിരിക്കുകയില്ല. അത് അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള ഒരു കാരണമാണ്. അപ്പൊ ഈ രൂപത്തിലുള്ള പ്രത്യേകമായ ഘട്ടങ്ങളിലൊക്കെ ബിസ്മി ചൊല്ലാൻ പ്രത്യേകം നിർദ്ദേശിച്ചതിൽ നമുക്കിങ്ങനെ പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നതും ഇനി അതൊന്നുമല്ലാത്തതുമായ ഒട്ടേറെ ഹിക്മത്തുകളും തത്വങ്ങളുമൊക്കെ അടങ്ങിയിട്ടുണ്ടാകും. സർവജ്ഞനായ അല്ലാഹു റബ്ബുൽ ആലമീൻ വഹീന്റെ അടിസ്ഥാനത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് പഠിപ്പിച്ചു കൊടുത്ത ഈ യാഥാർത്ഥ്യങ്ങളെ അല്പബുദ്ധി കൊണ്ട് തട്ടിത്തകർത്ത് പരിഹസിച്ച് ആ ഹദീസുകളൊന്നും ഞങ്ങൾ അംഗീകരിക്കുകയില്ലെന്ന് പറഞ്ഞ് ഹദീസ് നിഷേധത്തിൻ്റെയും അതുപോലെ തന്നെ ഇസ്ലാമികമായ തത്വങ്ങളെ പുച്ഛിക്കുകയും ചെയ്യുന്ന ദുരന്തത്തിൻ്റെ ഇരകളായി മാറാതെ, അതിൽ പെട്ടുപോകാതെ നമ്മളൊക്കെ സൂക്ഷിക്കേണ്ടതുണ്ട് എന്ന് മാത്രമേ ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നുള്ളൂ. ഇനി സഹോദരന്മാരെ, ഈ മര്യാദകൾ പഠിപ്പിച്ചു. ഇനി അതിൻ്റെ പുറമെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന വേറെ ചില യാഥാർത്ഥ്യങ്ങളിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കാൻ പോകുന്നത്. പല ആളുകളും മനസ്സിലാക്കി ഇശാഇൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിൽ പ്രത്യേകം ഒരു നിസ്കാരം, അവ്വാബ് നിസ്കാരം എന്ന പേരിലുള്ളൊരു നിസ്കാരമുണ്ടെന്ന് പല ആളുകളും അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. എന്ത് നിസ്കാരം? ചില ആളുകൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞതിൻ്റെ സുന്നത്തും കഴിഞ്ഞാൽ 6 റക്അത്ത് നിസ്കരിക്കുന്നത് കാണാം. നമ്മൾ അവരോട് ചോദിക്കുകയാണ്, എന്താ നിങ്ങൾ ഈ 6 റക്അത്ത് നിസ്കരിക്കുന്നത്? അത് നിങ്ങൾക്ക് പരിചയമല്ലേ, ഇത് അവ്വാബ് നിസ്കാരമാണ്. അവ്വാബ് നിസ്കാരം എന്ന് പറഞ്ഞിട്ട് ഒരു 6 റക്അത്ത് നിസ്കാരം മഗ്രിബിന്റെ സുന്നത്ത് കഴിഞ്ഞിട്ട് നിർവഹിക്കാറുണ്ട് പല ആളുകളും. ഈ വിഷയത്തിൽ പണ്ഡിതന്മാരോട് ഫത്വ ചോദിക്കപ്പെട്ടപ്പോൾ, ഉദാഹരണമായി ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലാ, അദ്ദേഹത്തോട് മക്കയിൽ ഗ്രാൻഡ് മുഫ്തിയായിരുന്ന ഷെയ്ഖ് ഇബ്നു ബാസ് റഹിമഹുല്ലയോട് ഇങ്ങനെ ചില ആളുകൾ അവ്വാബ് നിസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഇശാ മഗ്രിബിന്റെ ഇടയിൽ 6 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതായി കാണുന്നു, ഇതിന് ഹദീസിൽ വല്ല അടിസ്ഥാനവുമുണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി, ഹാദാ ലൈസ ലഹു അസ്ലുൻ, ഇതിന് യാതൊരു അടിസ്ഥാനവും ഇല്ല. പിന്നെ അവ്വാബ് നിസ്കാരം എന്ന് ഹദീസിൽ വന്നത് ഈ സമയത്തുള്ള നിസ്കാരത്തെക്കുറിച്ച് അല്ലതാനും. അവ്വാബ് നിസ്കാരം എന്ന് ഹദീസിൽ വന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. അതേതാണ്? സ്വലാത്തുൽ അവ്വാബീന സ്വലാത്തുൽ ളുഹാ. അദ്ദേഹം പറയുകയാണ്, ളുഹാ നിസ്കാരത്തെക്കുറിച്ചാണ് അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്
എന്താണ് അവ്വാബ് എന്ന് പറഞ്ഞാൽ? അള്ളാഹുവിങ്കലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവൻ എന്നാണ് അവ്വാബ്. അങ്ങനെ റബ്ബിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരം, അങ്ങനെ റബ്ബിലേക്ക് ധാരാളമായി ഖേദിച്ചു മടങ്ങുന്നവരുടെ നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് ചൂടുകൊണ്ട് ഒട്ടകക്കുട്ടികൾ വിഷമിക്കുന്ന ഇളയുച്ച കഴിഞ്ഞ് നട്ടുച്ചയാകുന്നതിനും ഇടക്കുള്ള ളുഹാ സമയത്തുള്ള നിസ്കാരത്തെക്കുറിച്ചാണ് അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അതാണ് സ്വലാത്തുൽ അവ്വാബീൻ കമാ ജാഅ ഫിൽ ഹദീസിസ് സഹീഹ്. ഹദീസ് സഹീഹുമാണ്. ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചു. എന്ത്? സ്വലാത്തുൽ അവ്വാബീൻ ഹീന തർമുൽ ഫിസാൽ, ചൂടുകൊണ്ട് ഒട്ടകക്കുട്ടികൾ വിഷമിക്കുന്ന നേരത്തുള്ള നിസ്കാരമാണ് അവ്വാബീങ്ങളുടെ നിസ്കാരം. അതായത് ളുഹാ നിസ്കാരം നല്ല ചൂടുള്ള സമയത്ത്. എപ്പോഴാണ് ളുഹായുടെ സമയം തുടങ്ങുന്നത് നമുക്കറിയാം. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞ് ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞാൽ ളുഹാ നിസ്കാരത്തിൻ്റെ സമയം തുടങ്ങി. ളുഹറിൻ്റെ ഒരു 10-15 മിനിറ്റ് മുമ്പ് അതിൻ്റെ സമയം അവസാനിച്ചു. അങ്ങനെ ആ ളുഹാ സമയം ഇങ്ങനെ ഇളയുച്ച കൂടുതൽ ഇങ്ങനെ ചൂട് കൂടി ഒട്ടകക്കുട്ടികൾ ചൂട് കൊണ്ടൊക്കെ വിഷമിക്കുന്ന നല്ല ചൂടുള്ള സമയത്ത് അത്ര കുറച്ചാണ് പിന്തിച്ച് നിസ്കരിക്കലാണ് ളുഹാ നിസ്കാരത്തിൻ്റെ ഏറ്റവും ഉത്തമമായ സമയം. ആ സമയത്തുള്ള നിസ്കാരത്തെയാണ് ഹദീസിൽ എന്ത് പറഞ്ഞത്? അവ്വാബീങ്ങളുടെ നിസ്കാരം എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത്. ആയതിനാൽ ഇശാ മഗ്രിബിനിടയിൽ മഗ്രിബ് കഴിഞ്ഞിട്ട് ഒരു 6 റക്അത്ത് നിസ്കരിക്കുന്ന നിസ്കാരം പ്രത്യേകമായി പുണ്യമുള്ള അവ്വാബ് നിസ്കാരമാണ് എന്ന വാദം അതിന് അടിസ്ഥാനമില്ല. അത് പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ട് വന്നതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്. നമ്മുടെ നാടുകളിലൊക്കെ ആളുകൾക്കൊരു തെറ്റിദ്ധാരണയുണ്ടായിരുന്നു. അതെന്താ? മഗ്രിബ് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ ഉടനെ ഇഖാമത്ത് വിളിക്കും. നമ്മുടെയൊക്കെ നാടുകളിൽ പഴയ കാലത്ത് പള്ളികളിൽ ഇപ്പൊക്കെ മാറ്റം വരുന്നുണ്ട്. എന്താ? പണ്ടൊക്കെ മഗ്രിബ് ബാങ്ക് വിളിച്ച് അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കഴിഞ്ഞാൽ അധികം താമസം ഉണ്ടാവില്ല, ഉടനെ തന്നെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇഖാമത്ത് വിളിക്കും. അപ്പം ആളുകൾ അന്ന് ധരിച്ചു വെച്ചു എന്ത്? മഗ്രിബ് നിസ്കാരത്തിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കാനേ പാടില്ല. അതുകൊണ്ട് അങ്ങനെ നിസ്കരിക്കാനേ പാടില്ല എന്നൊരു ധാരണ, മഗ്രിബിൻ്റെ മുമ്പ് സുന്നത്തേ ഇല്ല എന്നൊരു ധാരണ എങ്ങനെയൊക്കെയോ സമൂഹത്തിൽ പ്രചരിച്ചിട്ടുണ്ട്. എന്നാൽ സഹോദരന്മാരെ, മഗ്രിബിൻ്റെ മുമ്പ് സുന്നത്ത് നിസ്കരിക്കാമോ? നിസ്കരിക്കാം. എന്നാൽ ളുഹറിൻ്റെ മുമ്പ് 4 ഉള്ളതുപോലെ, മഗ്രിബിൻ്റെ ശേഷം 2 ഉള്ളതുപോലെ, ളുഹറിൻ്റെ ശേഷം 4 ഉള്ളതുപോലെ, ഇശായിൻ്റെ ശേഷം 2 ഉള്ളതുപോലെ, സുബഹിൻ്റെ തൊട്ട് മുമ്പ് നിസ്കരിക്കുന്നതിൻ്റെ മുമ്പ് ഫജർ ആയിക്കഴിഞ്ഞ് ഫർദ് നിസ്കരിക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് 2 നിസ്കരിക്കുന്നത് പോലെ അത്ര മുഅക്കദായ ശക്തമായ സുന്നത്തല്ല. ഏത്? മഗ്രിബിൻ്റെ തൊട്ട് മുമ്പുള്ള നിസ്കാരം, മഗ്രിബ് നിസ്കാരത്തിൻ്റെ മുമ്പുള്ള സുന്നത്ത്. അത് റവാത്തിബ് സുന്നത്തിൽപ്പെട്ടതല്ല. റവാത്തിബ് എന്ന് പറയുമ്പോൾ സ്ഥിരമായും പ്രത്യേകം വളരെ പ്രാധാന്യം കൽപ്പിച്ചുകൊണ്ടും നിർവഹിക്കുന്ന റവാത്തിബ് സുന്നത്തുകൾ, ഫർദ് നിസ്കാരങ്ങളുടെ മുമ്പും ശേഷവുമായി നിർവഹിക്കപ്പെടുന്ന വളരെ പ്രാധാന്യമർഹിക്കുന്ന സ്ഥിരമായി നിർവഹിക്കുന്ന സുന്നത്ത് നിസ്കാരങ്ങളാണ് റവാത്തിബ് സുന്നത്തുകൾ എന്നറിയപ്പെടുന്നത്. അതിൻ്റെ ഗണത്തിൽ മഗ്രിബിൻ്റെ മുമ്പുള്ള സുന്നത്ത് പെടുന്നില്ലെങ്കിലും ഒരാൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ അയാൾക്ക് നിസ്കരിക്കാം. പ്രതിഫലം കിട്ടുന്ന പുണ്യകർമ്മമായ നിസ്കാരം തന്നെയാണ് മഗ്രിബിൻ്റെ മുമ്പുള്ള 2 റക്അത്തും. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, صلوا قبل المغرب ثم قال في الثالثة لمن شاء. നിങ്ങൾ മഗ്രിബിന്റെ മുമ്പ് നിസ്കരിക്കുവീൻ. 3ാമത്തെ തവണ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലു ഖബലൽ മഗ്രിബി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു ലിമൻ ഷാ, ഉദ്ദേശിക്കുന്നവർ. അപ്പൊ അത്ര തന്നെ റവാത്തിബ് സുന്നത്തിന്റെ അത്ര തന്നെ ഒരു ശക്തമായ സുന്നത്തല്ല. എന്നാൽ ഒരാൾ നിസ്കരിക്കുകയാണെങ്കിൽ അയാൾക്ക് പ്രതിഫലമുള്ള സുന്നത്ത് നിസ്കാരമാണത്. ബിദ്അത്തല്ല, ഒരു പുത്തൻ വാദമല്ല, പുത്തൻ പ്രവർത്തനമല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല സുഹൃത്തുക്കളെ, ബൈന കുല്ലി അദാനൈനി സ്വലാ എന്നൊരു ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. എല്ലാ 2 ബാങ്ക് വിളിയുടെയും ഇടയ്ക്ക് സുന്നത്ത് നിസ്കരിക്കാം. ഇവിടെ അദാനൈനി എന്ന ഹദീസിൽ പറഞ്ഞത് ഏതാ? ബാങ്കും ഇഖാമത്തും. അപ്പൊ എപ്പോൾ ബാങ്കും ഇഖാമത്തിൻ്റെ ഇടയ്ക്ക് എന്ത് ചെയ്യാം? സുന്നത്ത് നിസ്കരിക്കാം, ഇശാഇന്റെ മുമ്പ്. അങ്ങനെ സുന്നത്ത് നമ്മൾ നിർവഹിക്കാവുന്നതാണ്. ഇനി മഗ്രിബിൻ്റെ ഈ സുന്നത്തിൽ, മഗ്രിബിൻ്റെ ശേഷം ഉണ്ടല്ലോ 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നു. ഇതിപ്പോൾ മുമ്പത്തെ കാര്യം പറഞ്ഞതാണ്. ഇനി മഗ്രിബ്
ഫർദ് നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ മുഅക്കദായ റവാത്തിബ് സുന്നത്തുകളിൽ തന്നെ എണ്ണപ്പെടുന്നതാണ് റക്അത്തൈനി ബഅദൽ മഗ്രിബ്, മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്ത്. അതിൽ 2 സൂറത്തുകൾ പാരായണം ചെയ്യൽ പുണ്യമുണ്ട്. ഏതുപോലെ ഫജ്റിന്റെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം കാഫിറൂന സൂറത്തും 2ാമത്തെ റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം ഇഖ്ലാസും ഓതുന്നത് പോലെ മഗ്രിബിന്റെ ശേഷമുള്ള സുന്നത്ത് നിസ്കാരത്തിലും അത് സുന്നത്തുണ്ട്. ഇമാം തിർമിദി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസിൽ കാണാം, യഖറഉ ഫിർ റക്അത്തൈനി ബഅദൽ മഗ്രിബി വഫി റക്അത്തൈനി ഖബ്ല സ്വലാത്തിൽ ഫജ്രി ബിഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ വഖുൽ ഹുവല്ലാഹു അഹദ്. മഗ്രിബിന്റെ ശേഷമുള്ള 2 റക്അത്തിലും ഫജ്ർ നിസ്കാരത്തിന്റെ തൊട്ടുമുമ്പുള്ള 2 റക്അത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുൽ യാ അയ്യുഹൽ കാഫിറൂനും ഖുൽ ഹുവല്ലാഹു അഹദും പാരായണം ചെയ്തിരുന്നു. അപ്പോൾ ആ സുന്നത്ത് നിസ്കാരത്തിൽ ഫജ്റിന്റെ സുന്നത്തിൽ നമ്മൾ 2 സൂറത്ത് ഓതുന്നത് പോലെ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞിട്ടുള്ള 2 സുന്നത്തിൽ ഈ സൂറത്തുകൾ പാരായണം ചെയ്യൽ സുന്നത്തുണ്ട്. നമുക്ക് നിർവഹിച്ചാൽ കൂലിയുള്ള 2 പ്രത്യേക പാരായണം ചെയ്യപ്പെടേണ്ടുന്ന അധ്യായങ്ങളാണിത് രണ്ടും. ഇനി സഹോദരന്മാരെ, രാത്രിയായി കഴിഞ്ഞാൽ അവിടുന്ന് പഠിപ്പിച്ച വേറെ ചില മര്യാദകളിൽപ്പെട്ടതാണ് എന്ത്? ഇശാഇന്റെ മുമ്പ് ഉറങ്ങലും ഇശാഇന്റെ ശേഷം വെറുതെ സൊറ പറഞ്ഞിരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വെറുത്ത സംഗതിയാണ്. അബൂബർസ റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാന യക്റഹു നൗമ ഖബ്ലൽ ഇശാഇ വൽ ഹദീസ ബഅദഹാ. ബുഖാരിയും മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉറങ്ങൽ വെറുക്കാറുണ്ട്. ഇശാഇന്റെ മുമ്പ് ഉറങ്ങുന്നത് അവിടുന്ന് വെറുത്തിട്ടുണ്ട്. വൽ ഹദീസ ബഅദഹാ, ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ സൊറ പറഞ്ഞിരിക്കലും. ഇശാ നിസ്കാരം കഴിഞ്ഞാൽ കഴിയുമെങ്കിൽ എന്താണ് വേണ്ടത്? ഇശാക്ക് മുമ്പ് ഉറങ്ങാതിരിക്കുക. ഇശാ കഴിഞ്ഞ് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഉടനെ ഉറങ്ങുകയാണ് വേണ്ടത്. അധികം സംസാരത്തിലോ മറ്റ് പ്രവൃത്തികളിലോ ആയി രാവേറെ ചെല്ലുവോളം സംസാരിച്ച് ഉറക്കമിളച്ചിരിക്കാൻ പാടില്ല. ഇത് ഇസ്ലാമിൻ്റെ നിർദ്ദേശമാണ്. ഇനി ഇത് വിശദീകരിച്ചുകൊണ്ട് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്ന ചില കാര്യങ്ങൾ നമ്മുടെ ശ്രദ്ധയിലുണ്ടാകണം. അദ്ദേഹം പറയാണ്, വസബബു കറാഹത്തിൽ ഹദീസി ബഅദഹാ അന്നഹു യുഅദ്ദി ഇലസ് സഹരി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇശാഇന്റെ ശേഷം വർത്തമാനം പറഞ്ഞിരിക്കൽ കറാഹത്താണെന്ന് പറഞ്ഞതിൻ്റെ കാരണം അന്നഹു യുഅദ്ദി ഇലസ് സഹരി, അത് ഉറക്കമിളക്കാൻ കാരണമാകും. ഇശ കഴിഞ്ഞ് പിന്നെയും കുറേ നേരം ഇരുന്ന് വർത്താനം പറഞ്ഞാൽ ആളുകൾ ഉറങ്ങാൻ വൈകിയാൽ എന്താ ഉണ്ടാവുക? വയുഖാഫു മിൻഹു ഗലബത്തുൻ നൗമി അൻ ഖിയാമിൽ ലൈലി അവി الذിക്രി ഫീഹി ഔ അൻ സ്വലാത്തി സുബ്ഹി ഫീ വഖ്തിഹൽ ജായിസ് ഔ ഫീ വഖ്തിഹൽ മുഖ്താരി അവിൽ അഫ്ളൽ. അങ്ങനെ ഒരാൾ ഉറങ്ങാൻ വൈകിയാൽ അവൻ്റെ ഉറക്കം അവനെ അതിജയിച്ചിട്ട് ഉറക്കിൻ്റെ പ്രയാസം കാരണത്താൽ രാത്രി നിസ്കരിക്കാവുന്നവർക്ക് നിസ്കരിക്കാൻ കഴിയാതെയാകും. ഖിയാമുൽ ലൈലിന് എഴുന്നേൽക്കാൻ അവന് കഴിയില്ല. ആ സമയത്തുള്ള ദിക്ർ നിർവഹിക്കാൻ അവന് കഴിയില്ല. മാത്രമല്ല, ഖിയാമുൽ ലൈൽ പോകട്ടെ, ഫർളായ സുബ്ഹി നിസ്കരിക്കാൻ വരെ ശ്രേഷ്ഠകരമായ സമയം പോയിട്ട് അത് നിർവഹിക്കൽ അനുവദനീയമായ സമയത്ത് പോലും എഴുന്നേൽക്കാത്ത ഒരു ദുരന്തം അവന് ഉണ്ടായിത്തീരാൻ സാധ്യതയേറെയാണ്. അതുകൊണ്ട് രാത്രികളിൽ ഇരുന്ന് വർത്താനം പറഞ്ഞ് വെറുതെ ആവശ്യമില്ലാതെ ഇങ്ങനെ വർത്താനം പറഞ്ഞ് നേരം കളയരുത്. വലിയന്ന സഹറ ഫിൽ ലൈലി സബബുൻ ലിൽ കസലി ഫിൻ നഹാരി. തുടർന്നുകൊണ്ട് അദ്ദേഹം പറയുന്നു, രാത്രികളിൽ ഉറക്കമിളക്കുന്നത് സബബുൻ ലിൽ കസലി ഫിൻ നഹാരി, പകൽ നാം ചെയ്യേണ്ടുന്ന ഡ്യൂട്ടികൾക്ക് ഉന്മേഷം കുറക്കാൻ കാരണമാകും. നമ്മുടേതായ ഡ്യൂട്ടികൾക്കത് ഭംഗം വരുത്തും. അമ്മാ യതവജ്ജഹു മിൻ ഹുഖൂഖിദ്ദീനി, മതപരമായ കാര്യങ്ങൾ നിർവഹിക്കുന്നതിലും വീഴ്ച വരും. വത്വാഅതി, പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നതിലും. വമസാലിഹിദ് ദുനിയാ, ഐഹിക ലോകത്ത് നമ്മൾ ചെയ്യേണ്ടുന്ന കുറേ മസ്ലഹത്തുകളുണ്ട്, അതുപോലെ തന്നെയുള്ള നല്ല കാര്യങ്ങളുണ്ട്, അതിലൊക്കെ വീഴ്ച വരാൻ കാരണമായി തീരുന്നു രാവേറെ ചെല്ലുവോളം ഉറക്കമിളച്ചുകൊണ്ട് വർത്തമാനം പറഞ്ഞിരിക്കൽ. ഇത് എല്ലാ പണ്ഡിതന്മാരും
അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിപ്പോൾ സഹീഹ് മുസ്ലിമിൽ നിന്നാണ് നിങ്ങൾ കേട്ടത്. ഇനി ഫത്ഹുൽ ബാരിയിൽ ഈ ഹദീസ് വിശദീകരിക്കവേ ഇബ്നു ഹജറുൽ അസ്ഖലാനി റഹിമഹുല്ല അദ്ദേഹവും പറയാണ്, വസ്സമറു ബഅദഹാ ഖദ് യുഅദ്ദി ഇലൻ നൗമി അനി സുബ്ഹി ഔ അൻ വഖ്തിഹൽ മുഖ്താരി ഔ അൻ ഖിയാമുൽ ലൈൽ. ഖിയാമുൽ ലൈലിൽ നിന്നും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ വേളയിൽ നിസ്കാരം നിർവഹിക്കുന്നതിൽ നിന്നുമൊക്കെ അത് മനുഷ്യനെ തടയുന്നു. അതുകൊണ്ട് മഹാനായ അസ്കലാനി റഹിമഹുല്ല ഉദ്ധരിക്കുകയാണ്, വകാന ഉമർ ഇബ്നുൽ ഖത്താബ്, ഫത്ഹുൽ ബാരിയിൽ കാണാം, വകാന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് മഹാനവറുകൾ യദ്രിബുൻ നാസ അലാ ദാലിക്കാനാണ്. ആളുകൾ രാവേറെ ഉറങ്ങാതെ വീടുകളിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചെന്ന് അടി കൊടുക്കുന്നതാണ്. വെറുതെ വർത്തമാനം പറഞ്ഞിരുന്നു ഉറങ്ങാതെ രാത്രികളിൽ ഉറക്കമുളക്കുന്നവരെ ചെന്നിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ചെറിയ വടി കൊണ്ട് ചൊട്ടിയിട്ട് പറയും, വയഖൂലു പറയും, അസ്സമറൻ അവ്വലൽ ലൈൽ വനൗമൻ ആഖിറഹു. രാത്രികളിൽ ഇരുന്ന് സ്വറച്ചിട്ട് രാത്രിയുടെ അവസാന സമയത്ത് കിടന്നുറങ്ങാനുള്ള പുറപ്പാടാണോ നമ്മളോടുള്ള ചോദ്യ? വെറുതെ ഉണ്ടല്ലോ ആളുകൾ ഒരു പണിയില്ലാതെ വെറുതെ. ഇപ്പം നല്ല കാര്യങ്ങൾക്ക് വേണ്ടി പണ്ഡിതന്മാർ ശേഷം വിശദീകരിക്കുന്നുണ്ട്, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾക്ക് രാത്രിയിൽ എത്രയും ഇരിക്കാം. അതല്ല, അങ്ങനെയുള്ള കാരണങ്ങളൊന്നുമില്ലാതെ വെറുതെ ഇരിക്കുക. ഒരാൾ രാത്രി നിസ്കാരത്തിന് എഴുന്നേൽക്കാതെ ഉറങ്ങുന്ന ഒരു ശീലക്കാരനാണെങ്കിൽ അതെത്ര ഗുരുതരമാണ്. പലരും അത് ശ്രദ്ധിക്കുന്നേയില്ല. പലയിടത്തും റൂമുകളിൽ എഴുന്നേൽക്കുന്നതൊക്കെ അവരുടെ സൗകര്യത്തിനനുസരിച്ചാ, സുബഹി നിസ്കരിക്കുന്നത് അവരുടെ സൗകര്യത്തിനനുസരിച്ചാ. നിസ്കാരമുള്ളവർക്ക് പോലും അത് തന്നെ ജമാഅത്തിന് എത്തുന്നവർ വളരെ വിരളം. അതുകൊണ്ടാണല്ലോ ജുമഅക്കുള്ളതിനേക്കാൾ തിരക്ക് പള്ളികളിൽ അനുഭവപ്പെടേണ്ടിയിരുന്നത് സുബഹി ജമാഅത്തിനാണ്. പക്ഷേ ജുമഅക്ക് തിരക്കുകളുള്ള പള്ളികളിൽ സുബഹിക്ക് വളരെ ശുഷ്കമായ സഫുകളാണ് കാണുന്നത്. എന്താ കാരണം? ഈ ആളുകളൊക്കെ അതിൻ്റെ പരിസരത്തില്ലേ? എല്ലാവർക്കും പങ്കെടുക്കാവുന്ന ഏറ്റവും ഉത്തമമായ ഒരു നേരമുണ്ടെങ്കിൽ അത് സുബഹിയാണ്. എല്ലാവരും അതിൻ്റെ പരിസരത്ത് കിടന്നുറങ്ങുകയാണ്. അങ്ങനെ ജമാഅത്തിന് വരാതെ നിസ്കാരത്തിന് വരാതെ ഉറങ്ങിക്കിടക്കുന്നവന് നാളെ കിട്ടാനുള്ള ശിക്ഷയെപ്പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് കാണിക്കപ്പെടുകയുണ്ടായി. അത് ബർസഖിൽ വെച്ച് ഖബറിൽ വെച്ച് തന്നെ അത് അനുഭവിച്ചു തുടങ്ങും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട ഒരു സ്വപ്നം അവിടുന്ന് നമുക്ക് വിശദീകരിച്ച് തന്നിട്ടുണ്ട്. അവിടുന്ന് എന്താ സ്വപ്നം കണ്ടത്? രണ്ട് മലക്കുകൾ പ്രവാചകനെ കൂട്ടിക്കൊണ്ട് പോവുകയാണ്. ഒരിടത്തെത്തിയപ്പോൾ അവിടെ കാണുന്നത് എന്താണ്? അതേ ഒരാളുടെ സമീപത്തുകൂടെ ഞങ്ങൾ കടന്നുപോയി, ഞങ്ങൾ എത്തിച്ചേർന്നു. അന്നേരം അതാ മനുഷ്യൻ ഇങ്ങനെ കിടക്കുകയാണ്. ആ കിടക്കുന്ന മനുഷ്യന്റെ തലഭാഗത്തതാ ഒരു വലിയ പാറക്കല്ലും വഹിച്ചുകൊണ്ട് ഒരാൾ നിൽക്കുന്നുണ്ട്. ആ വലിയ പാറക്കല്ല് ആ കിടക്കുന്ന മനുഷ്യന്റെ തലയിലേക്ക് ആ ഭാരമുള്ള വലിയ പാറക്കല്ല് കൊണ്ടങ്ങ് എറിയുന്നു. ആ പാറക്കല്ല് ഈ മനുഷ്യന്റെ തലയിലേക്ക് അങ്ങ് വീഴുമ്പോഴേക്ക് അയാളുടെ തലയതാ ചതഞ്ഞരഞ്ഞു പോവുകയാണ്. എന്നിട്ട് ആ കല്ല് ഉരുണ്ടുരുണ്ട് പോകുമ്പോ, എറിഞ്ഞ കല്ല് ഉരുണ്ടുരുണ്ട് പോയിട്ട് ആ കല്ലെടുക്കാൻ വേണ്ടി ഇയാൾ പിന്നാലെ പോകുന്നു. ആ കല്ലുമായിട്ട് തിരിച്ചു വരുമ്പോഴേക്ക് ഇയാളുടെ തല പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട്. വലിയൊരു പാറക്കല്ല് തലയിൽക്കാനുണ്ട്. തലയാണ് ചമ്മന്തിയാവാണ്, തല അങ്ങ് ചതഞ്ഞരഞ്ഞു പോകുന്നു. അങ്ങനെ എറിഞ്ഞ ഈ കല്ല് ഉരുണ്ടുരുണ്ടാണ് പോകുമ്പോൾ ആ കല്ലെടുക്കാൻ വേണ്ടി ഈ ശിക്ഷ നടത്തുന്ന വ്യക്തി അതിൻ്റെ പിന്നാലെ പോകുന്നു. അങ്ങനെ ദൂരെയുള്ള കല്ലെടുത്ത്, ഉരുണ്ട് മാറി നിൽക്കുന്ന കല്ല് എടുത്ത് ഇദ്ദേഹത്തിൻ്റെ തലയിലേക്ക് രണ്ടാമതിടാൻ ഒരുങ്ങുമ്പോഴേക്ക് തല പൂർണ്ണമായ ആരോഗ്യത്തിലെത്തിയിട്ടുണ്ട്, പൂർവ്വസ്ഥിതിയിലായിട്ടുണ്ട് തല. പിന്നെ എറിയന്നെ. ഇത് നിരന്തരമായിട്ട് ഈ മനുഷ്യനെ ഇങ്ങനെ ശിക്ഷിക്കുകയാണ്. എറിയുന്നു, തല ചതച്ചരയുന്നു. കല്ലെടുത്ത് വരുമ്പോഴേക്ക് വീണ്ടും ഇയാളുടെ തല പൂർവ്വസ്ഥിതിയിലാകുന്നു, വീണ്ടും ചതഞ്ഞരയുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, എന്ത് കാരണത്താലാണ്, എന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്, എന്താണ് ഇയാൾ ചെയ്ത തെറ്റ്? അത് വിശദീകരിച്ചു കൊടുത്ത വേളയിൽ അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തരികയാണ്, അമ്മല്ലദീ യുസ്ലഖു റഅസുഹു ബിൽ ഹജരി ഫഇന്നഹു യഅഖുദുൽ ഖുർആൻ ഫയർഫിളഹു വയനാമു അനിസ് സ്വലാത്തിൽ മക്തൂബ. ഈ തല ഇങ്ങനെ ചതച്ചരക്കപ്പെടുന്ന വ്യക്തി ചെയ്ത തെറ്റാണെന്നോ, അയാൾ എന്ത് തെറ്റാണ് ചെയ്തതെന്നോ,
അയാൾ ഖുർആൻ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ആ ഖുർആൻ അയാൾക്കറിയാം. പക്ഷേ അയാൾ എന്തു ചെയ്യുന്നു? അതിനെ ഒഴിവാക്കുകയാണ്. അതയാൾ പാരായണം ചെയ്യുന്നില്ല, അതയാളുടെ ജീവിതത്തിലില്ല. മാത്രമല്ല വയനാമു അനിസ്വലാത്തിൽ മക്തൂബത്തി, ഫർള് നിസ്കരിക്കാൻ പോകാതെ അയാൾ കിടന്നുറങ്ങലാണ് അയാളുടെ പ്രത്യേകമായ സ്വഭാവം. ഫർള് നിസ്കരിക്കാൻ പോവില്ല, ഫർള് നിസ്കരിക്കാതെ ഉറങ്ങല അയാളെ പരിവ്. അത് അസർക്ക് ഉറങ്ങിയാലും സുബൈക്ക് ഉറങ്ങിയാലും ഏത് നേരത്ത് ഉറങ്ങിയാലും ഫർള് നിസ്കരിക്കാതെ ഉറങ്ങുന്നവന് കിട്ടാൻ പോകുന്ന ശിക്ഷയാണിത്. ഖബറിൽ ഒരു ദുരന്തം കാത്തിരിക്കുകയാണ്. എന്ത്? അവൻ്റെ തല ഇങ്ങനെ വലിയ പാറക്കല്ലിട്ട് തലയിട്ട് ചതച്ചരക്കപ്പെടുന്ന ശിക്ഷാവന് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. ഈ ഹദീസ് ഓർക്കണം, നമ്മൾ ഈ ഹദീസ് ഓർക്കണം. ബാങ്ക് കേട്ട് പുതപ്പൊന്നും കൂടെ തലയിലേക്കിട്ട് അവിടെ തന്നെ കിടന്നുറങ്ങുമ്പോ ഹയ്യ അലസ്സലാഹ് ഹയ്യ അലൽ ഫലാഹ് അസ്സലാത്തു ഖൈറും മിനൻ നൗം, നിസ്കാരത്തിലേക്ക് വരൂ, വിജയത്തിലേക്ക് വരൂ, ഉറക്കിനേക്കാൾ ഖൈറായൊരു നിസ്കാരമാണ് ജനങ്ങളെ. ആ വിളിയൊക്കെ കേട്ടാലും അതിനെ സംബന്ധിച്ച് അത് ആ സമയമായി എന്നറിഞ്ഞാലും പിന്നെയും കിടന്നുറങ്ങുന്ന സ്വഭാവമാണെങ്കിൽ ഈ വലിയ രൂപത്തിലുള്ള ശിക്ഷയാണ് നമ്മെ കാത്തിരിക്കുന്നത്. ഇത് ഗൗരവത്തോടെ നമ്മൾ ഓർക്കണം. അതുകൊണ്ട് അതിനൊക്കെ കാരണമായി തീരുന്ന നിലക്ക് വെറുതെ ഉണ്ടല്ലോ രാത്രി ഇങ്ങനെ ഉറക്കൊളിച്ചിങ്ങനെ കഴിച്ചു കൂട്ടുന്നു. പാടില്ല, പാടില്ല. നല്ല കാര്യത്തിന് ഉപയോഗപ്പെടുത്തിയിട്ട് ആ ന്യായം പറഞ്ഞിട്ട് സുബഹിക്ക് എഴുന്നേൽക്കാതിരിക്കാൻ പറ്റുമോ? ഞാൻ നല്ല കാര്യത്തിന് ഞാൻ നല്ല കാര്യമാണ് ചെയ്തത്, അതുകൊണ്ട് സുബഹി നിസ്കരിച്ചില്ല, അത് പറയാൻ പറ്റുമോ? മഹാനായ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു സ്ഥിരമായി പള്ളിയിൽ ജമാഅത്തിന് പങ്കെടുക്കൽ കാണാറുണ്ടായിരുന്ന സുലൈമാൻ റളിയല്ലാഹു തആല അൻഹു എന്ന സഹാബിയെ ഒരു ദിവസം കാണാഞ്ഞപ്പോൾ അന്വേഷിച്ചു ചെന്നു. അന്വേഷിച്ചു, മാർക്കറ്റിൽ ഇറങ്ങിയപ്പോൾ മാർക്കറ്റിൻ്റെ അടുത്താണ് സുലൈമാൻ റളിയല്ലാഹു അൻഹുവിൻ്റെ വീട്. അദ്ദേഹം ചോദിച്ചു, എവിടെ പോയി മോൻ? ഉമ്മയെ കണ്ടപ്പോൾ ഉമ്മയോട് ചോദിച്ചു, മോൻ എന്തെന്ന് പള്ളിയിൽ വന്നില്ലല്ലോ? ഇമാം മാലിക് അവിടുത്തെ മുവത്തയിൽ റിപ്പോർട്ട് ചെയ്യുന്ന സംഭവമാണ്. ആ സമയത്ത് ഉമ്മ പറഞ്ഞു, ഇന്നഹു ബാത്ത യുസല്ലി ഫഗലബതുഹു ഐനാഹു, രാത്രി ഏറെ നിസ്കരിച്ചിട്ട് പിന്നെ ഒന്ന് കിടന്നുപോയി, അതിലുറങ്ങിപ്പോയി. ഉമർ റളിയല്ലാഹു തആല അൻഹു ഉടനെ പറഞ്ഞു, ല അൻ അശ്ഹദ സ്വലാത്ത സുബ്ഹി ഫിൽ ജമാഅ, സുബഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നതിൽ പങ്കെടുക്കലാണ് അഹബ്ബു ഇലയ്യ മിന്നൻ നഖൂമ ലൈലത്തൻ, രാത്രി മുഴുവൻ നിന്ന് നിസ്കരിക്കുന്നതിനേക്കാൾ എനിക്ക് ഏറ്റവും ഇഷ്ടം. രാത്രി നിസ്കരിച്ചിട്ട് പോലും സുബഹിക്ക് പള്ളിയിൽ വരാത്തത് നീതീകരിക്കപ്പെടേണ്ട സംഗതിയല്ല. അപ്പൊ സൽക്കർമ്മത്തിന് വേണ്ടിയാണെങ്കിലും സൽക്കർമ്മം ചെയ്തുകൊണ്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? സുബഹി നഷ്ടപ്പെടുത്താൻ പാടില്ല. അതിനാ സൽക്കർമ്മം ഒഴിവാക്കല്ല വേണ്ടത്, സൽക്കർമ്മവും ചെയ്യണം, സുബഹിക്ക് പള്ളിയിലെത്തും വേണം, അതാ വേണ്ടത്. ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോയി. ഇപ്പം ചില ആളുകൾ വളരെ നല്ല സജീവമായി ദഅവാരംഗത്ത് പ്രവർത്തിക്കുന്ന ചെറുപ്പക്കാർ, അവർ നമ്മുടെയൊക്കെ നാടുകളിൽ ഇസ്ലാമിക പ്രബോധന രംഗത്ത് അവരെ കൊണ്ടാകുന്ന സേവനങ്ങൾ ചെയ്യുന്നവരാണ്. അവർ പോസ്റ്റർ ഒട്ടിക്കും, അതുപോലെ തന്നെ ബാനറുകൾ പിടിച്ചു കെട്ടും, അതുപോലെ തന്നെ നല്ല നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രാത്രികളിൽ അവർ ഉറക്കൊഴിയും. കണ്ടോ, ഇതൊക്കെയാണ് ഇവരുടെ ദഅവത്ത്. രാത്രി ചുമരെഴുത്തെഴുതാൻ പോയിട്ടും നോട്ടീസ് ഒട്ടിക്കാൻ പോയിട്ടും ബാനർ കെട്ടാൻ പോയിട്ടും സുബഹിസ്കരിക്കാത്ത ആളുകളാണ്, അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ ബിദ്അത്താണ്, പാടില്ല എന്ന് ചില വിവരം കെട്ട ആളുകൾ സമൂഹത്തോട് പറഞ്ഞിട്ട് ദഅവാരംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളെ പിടിച്ചു വലിക്കാൻ നോക്കുന്നുണ്ട്. അതല്ല ഇതിന് പരിഹാരം. ഇതിന് പരിഹാരം എന്താണ്? നോട്ടീസ് ഒട്ടിക്കാൻ പോവട്ടെ, പോവാതിരിക്കട്ടെ, സുബഹിക്ക് പള്ളിയിലെത്തണം. ബാനർ കെട്ടാൻ പോകട്ടെ, പോകാതിരിക്കട്ടെ, സുബഹിക്ക് പള്ളിയിലെത്തണം. ബാനർ കെട്ടാൻ പോയി, നോട്ടീസ് ഒട്ടിക്കാൻ പോയി, ഒരു നല്ല കാര്യത്തിലേക്ക്, അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ഒരാളെ ക്ഷണിക്കുന്നത് ഇഖ്ലാസോടുകൂടെയാണ് ആ വ്യക്തി നിർവഹിക്കുന്നതെങ്കിൽ അയാൾക്ക് അതിൻ്റെ പ്രതിഫലവും കിട്ടും. അതോടൊപ്പം ഏറ്റവും നിർബന്ധമായ സുബഹി നിസ്കാരത്തിൻ്റെ ജമാഅത്തിനും അവനെത്തണം. അതല്ലാതെ അത് കാരണമായിട്ട് ഇത് തെറ്റാണ്, അതുകൊണ്ട് ഈ പണിയെ ഇനി പാടില്ല, അതുകൊണ്ട് ആ നിലക്കുള്ള സംഘടനാ പ്രവർത്തനങ്ങളൊന്നും പറ്റൂല, പാടില്ല എന്നൊക്കെ പറയുന്നത് വിവരക്കേട് മാത്രമാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, നാം മനസ്സിലാക്കുക, അള്ളാഹു നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതി, അള്ളാഹ് നിശ്ചയിച്ചിട്ടുള്ള പ്രകൃതി എന്താണ്? രാത്രിയിൽ വളരെയേറെ സമയം ഉറക്കമിളക്കാതിരിക്കലാണ്. രാത്രി അള്ളാഹ് നിശ്ചയിച്ച് തന്നിട്ടുള്ളത് ശാന്തിയും സമാധാനത്തോടും കൂടെ വിശ്രമിക്കാനാണ്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാം, അല്ലാഹുല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിതസ്കുനൂ ഫീഹി വന്നഹാര മുബ്സിറാ ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസി വലാകിന്ന അക്സറന്നാസി ലാ യശ്കുറൂൻ.
അള്ളാഹു നിങ്ങൾക്ക് രാത്രിയെ നിശ്ചയിച്ചു തന്നു, ലിതസ്കുനു ഫീഹി, നിങ്ങളതിൽ ശാന്തമായി അടങ്ങിക്കഴിയാൻ വേണ്ടി. വന്നഹാറ, പകലിനെ അവൻ നിശ്ചയിച്ചു മുബ്സിറൻ, വെളിച്ചമുള്ളതുമാക്കി. ഇന്നല്ലാഹ ലദൂ ഫദ്ലിൻ അലന്നാസ്, അള്ളാഹു മനുഷ്യരോട് വളരെ ഔദാര്യമുടയവനാണ്, ഔദാര്യം ചെയ്തവനാണ്. വലാകിന്ന അക്സറന്നാസി ലാ യഷ്കുറൂൻ, ജനങ്ങളിൽ അധിക പേരും നന്ദി കാണിക്കുന്നില്ല. വിശുദ്ധ ഖുർആൻ ഈ കാര്യം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. സൂറത്തുൻ നബ, വജഅൽനൽ ലൈല ലിബാസാ വജഅൽനൻ നഹാറ മആശാ, രാത്രിയെ നാം നിശ്ചയിച്ചു ഒരു വസ്ത്രമായിട്ട്. വസ്ത്രം എന്തിനാ? മനുഷ്യന് ആശ്വാസത്തിനും അവന് സമാധാനത്തിനും. വജഅൽനൽ നഹാറ മആശാ, ജീവിത സന്ധാരണത്തിനുള്ള മാർഗമായി കൊണ്ട് പകലിനെയും നാം നിശ്ചയിച്ചു. ഇനി സൂറത്തുൽ ഫുർഖാനിലും നമുക്ക് കാണാം, വഹുവല്ലദീ ജഅല ലക്കുമുൽ ലൈല ലിബാസൻ വന്നൗമ സുബാതൻ വജഅലൻ നഹാറ നുശൂറാ, രാത്രിയെ അവൻ നിങ്ങൾക്ക് വസ്ത്രമാക്കി നിശ്ചയിച്ചവനാണ്, ഉറക്കിനെ വിശ്രമമാക്കിയിട്ടുണ്ടവൻ, നിങ്ങൾക്ക് വിശ്രമിക്കാൻ വേണ്ടി ഉറക്കത്തെയും അവൻ നിശ്ചയിച്ചു. വജഅലൻ നഹാറ നുശൂറാ, പകലിനെ എഴുന്നേൽപ്പ് സമയവുമാക്കി അവൻ നിശ്ചയിച്ചിരിക്കുന്നു. ഇതൊക്കെ മഹാനായ റബ്ബുൽ ആലമീൻ രാത്രിയെക്കുറിച്ചും പകലിനെക്കുറിച്ചും നമുക്ക് പറഞ്ഞു തന്നതാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താ? രാത്രി അള്ളാഹ് നിശ്ചയിച്ച പ്രകൃതി മയങ്ങാനും വിശ്രമിക്കാനും ഉറങ്ങാനും ഒക്കെയാണ്. പകല് ജീവിത സന്ധാരണത്തിന് വേണ്ടിയാണ്. എന്നാൽ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ചില ഘട്ടങ്ങളിൽ രാത്രികൾ ഡ്യൂട്ടിയുള്ളവരുണ്ടാകും. അവരെ സംബന്ധിച്ചിടത്തോളം നിവൃത്തിയില്ല, അവർ പകൽ ഉറങ്ങേണ്ടി വരും. ആ പൊതു തത്വങ്ങളിൽ നിന്ന് അവർ ഒഴിവാകും. അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറ്റക്കാരാകുന്നില്ല. അതോടൊപ്പം നിർവഹിക്കേണ്ടുന്ന ബാധ്യതകളെയൊക്കെ അവർ നിർവഹിക്കുകയും ചെയ്യണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ സംബന്ധിച്ച് സ്വഹാബത്ത് പറയുന്നുണ്ട്, അവിടുന്ന് ഇശായിൻ്റെ മുമ്പ് ഉറങ്ങാറില്ല, ഇശാക്ക് ശേഷം വെറുതെ ആവശ്യമില്ലാത്ത സംസാരങ്ങളിൽ മുഴുകി ഇരിക്കാറും പതിവില്ല. അതേ അവസരത്തിൽ നല്ല കാര്യത്തിനാണെങ്കിൽ ഉറക്കമൊഴിക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൽ നിന്ന് തന്നെയുള്ള റിപ്പോർട്ടിൽ കാണാം. ലാ സമറ ഇല്ലാ ലിയഹദി റജുലൈൻ, രണ്ടാളുകൾക്കല്ലാതെ രാത്രിയിൽ ഇങ്ങനെ സംസാരിച്ച് അതുപോലെ തന്നെ ഉറക്കമിളച്ചിരിക്കാൻ പാടില്ല. ലി മുസല്ലിൻ ഔ മുസാഫിരിൻ, നിസ്കരിക്കുന്നവൻ അതുപോലെ തന്നെ യാത്രക്കാരൻ. ഇത് ഇമാം അഹ്മദ് ഉദ്ധരിച്ച ഹദീസാണ്. ഇത് വിശദീകരിക്കുമ്പോൾ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഇത് ഈ രണ്ട് കാരണങ്ങൾക്ക് മാത്രമല്ല, മസ്ലഹത്തുള്ള നല്ല കാര്യങ്ങൾക്കൊക്കെ വേണ്ടി രാത്രികളിൽ കുറേ സമയം ഇരിക്കേണ്ടി വന്നാൽ ഇരിക്കാം, അത് തെറ്റല്ല, ചിലപ്പോൾ അത് ആവശ്യമായി വരും. ഖാലൽ ഉലമാഉ, ശറഹ് മുസ്ലിമിൽ നമുക്ക് കാണാം, ഇമാം നവവി പറയുകയാണ്, ഉലമാഉ പറഞ്ഞിട്ടുണ്ട്, വൽ മക്റൂഹു മിനൽ ഹദീസ് ബഅദൽ ഇശാ, ഇശാക്ക് ശേഷമുള്ള സംസാരം വെറുക്കപ്പെട്ടതാണ് എന്നതുകൊണ്ട് ഉദ്ദേശം ഹുവ മാ കാന ഫിൽ ഉമൂരില്ലത്തി ലാ മസ്ലഹത ഫീഹാ, യാതൊരു നന്മയും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി സമയം ചെലവഴിക്കുന്നതാണ് വെറുക്കപ്പെടുന്നത്. അമ്മാ മാ ഫീഹി മസ്ലഹത്തുൻ വ ഖൈറുൻ, നന്മയുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഉറക്കമിളച്ചിരിക്കേണ്ടി വന്നാൽ ഫലാ കറാഹത ഫീഹി, അതിൽ ഒരു അനഭിലഷണീയതയുമില്ല, ഒരു തകരാറും അതുകൊണ്ടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, വദാലികാർ ഏതൊക്കെയാണ്, കമുദാറസത്തിൽ ഇൽമി, ഇൽമു പഠിക്കുക, ഇൽമു കേൾക്കുക, ഇൽമു പഠിക്കുക, അറിവ് പകരുക, അതിനൊക്കെ വേണ്ടി ഇപ്പം നമ്മൾ ഇരിക്കുന്നു. എന്തിനാ? വെറുതെ ഇരിക്കല്ല, ഇൽമു കേൾക്കുകയാണ്, ഇൽമു പറയുകയാണ്. അതുപോലെ തന്നെ വഹിക്കായാത്തി സാലിഹീൻ, സദ്വൃത്തരായ ആളുകളെ സംബന്ധിച്ച് വന്നിട്ടുള്ള റിപ്പോർട്ടുകളും അവരുടെ ചരിത്രങ്ങളും, അതുപോലെ തന്നെ മുഹാദസത്തുൽ ലൈഫി, വീട്ടിലൊരു അതിഥി വന്നിട്ടുണ്ട്, ആ അതിഥിയോട് ഇപ്പോൾ വേഗം ഉറങ്ങിയ അയാൾക്ക് തോന്നൂലേ എന്തോ ഞാൻ വന്നത് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ആ അതിഥിയോട് കുറച്ച് നേരമൊക്കെ സംസാരിച്ച് ആ ആതിഥേയ മര്യാദയൊക്കെ പാലിച്ച്, അതിഥി ഉണ്ടാകുമ്പോൾ കുറച്ചു നേരം ആ ഒരു അതിഥി മര്യാദ പാലിക്കുക എന്ന നിലക്ക് അദ്ദേഹവുമായി കുറച്ചു നേരം സംസാരിക്കൽ. അതുപോലെ തന്നെ വൽ അറൂസിൽ തഅനീസ്, പുതുമണവാളനും മണവാട്ടിയും അവർക്ക് രാത്രി അങ്ങനെ പെട്ടെന്ന് ഉറങ്ങൂലല്ലോ. അപ്പം അവരുടേതായ ജീവിതത്തിൻ്റെ ഒരുപാട് ആഗ്രഹങ്ങളുടെ വേളകൾ ഒതുങ്ങിക്കിട്ടിയതല്ലേ, അതുകൊണ്ട് തന്നെ അതും ഇസ്ലാം വെറുത്തിട്ടില്ല. അതുപോലെ ഒരു കുടുംബനാഥൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സന്താനങ്ങളോട് ഒക്കെ അല്പം അവരുടെ സൗമനസ്യം അവർക്കുണ്ടാകുവാനും അതുപോലെ തന്നെ ജീവിതത്തിൽ കുറച്ച് അവരുടെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ പ്രകടമാകുന്ന നിലക്കും അങ്ങനെയുള്ള വർത്തമാനങ്ങളിലൊക്കെ ഏർപ്പെടാം. വൽ ഹദീസ് ഫിൽ ഇസ്ലാഹി ബൈനന്നാസ്, ആളുകൾക്കിടയിൽ രമ്യതയുണ്ടാക്കുന്ന സംസാരങ്ങൾക്ക് വേണ്ടി, നല്ല കാര്യത്തിന് വേണ്ടി ഒരാളോട് റെക്കമെൻഡ് ചെയ്യുന്ന വിഷയത്തിൽ, അതുപോലെ തന്നെ വൽ അംരി ബിൽ മഅറൂഫി വൻ നഹി അനിൽ മുൻകരി,
നല്ല കാര്യം കൊണ്ട് കൽപ്പിക്കുക, ചീത്ത കാര്യങ്ങളെ വിരോധിക്കുക, അങ്ങനെ ഉപദേശങ്ങൾ നൽകാൻ വേണ്ടി ഇതൊക്കെയല്ലേ ഇപ്പം നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വൽ ഇർശാദി ഇലാ മസ്ലഹത്തിൻ വനഹവി ദാലിക ഫകുല്ലു ഹാദാ ലാ കറാഹത ഫീഹ്. അതിലൊന്നും ഒരു കറാഹത്തുമില്ല, നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ആവാം. അതൊക്കെ സ്വഹീഹായ ഹദീസുകളിൽ ഈ വിഷയങ്ങളിൽ വന്നവയുമുണ്ട്, അതേ ആശയങ്ങളിൽ വന്നിട്ടുള്ള ഹദീസുകളുമുണ്ട്. ഇത് അതൊന്നും അല്ലല്ലോ, വെറുതെ പത്രം വായിച്ചൊരുപാട് മണിക്കൂറുകളെയും പിന്നെ ടി വിയുടെ മുമ്പിൽ ഒരുപാട് നേരം എഴുത്തിക്കാഫിരിക്കും. പിന്നെ എല്ലാ സംസാരങ്ങളും, രാജ്യത്തുള്ള എല്ലാ ചർച്ചകളും, രാഷ്ട്രീയ ചർച്ചകളും, പാട്ടും വാട്സപ്പും ഫേസ്ബുക്കും എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തിയിട്ട് ഉറക്ക് അനാവശ്യമായിട്ടങ്ങ് ഒരു ഉപകാരവുമില്ലാതെ പരലോക പുണ്യം കിട്ടുന്ന ഒരു നല്ല കാര്യത്തിനോ ഭൗതികമായിട്ട് അള്ളാഹു നമ്മോട് ഏൽപ്പിച്ചിട്ടുള്ള കടമകൾ നിർവഹിക്കുന്നതിലോ ഒന്നുമല്ലാതെ വെറുതെ സമയം തള്ളി നീക്കിയിട്ട് അവസാനം രാവേറെ ചെന്നിട്ട് പോയി കിടന്നുറങ്ങുക. എന്നിട്ട് പിന്നെ നിസ്കരിക്കാൻ എഴുന്നേൽക്കുന്നവർക്ക് പോലും എന്താണ്, നിസ്കാരത്തിന് ജമാഅത്തിന് പോയാൽ തന്നെ ഉറക്കു തൂങ്ങിയിട്ട് ജമാഅത്ത് നിസ്കരിക്കാൻ തന്നെ അവന് താല്പര്യമല്ല, നിസ്കാരം തന്നെ കോട്ടവായിട്ട് യാതൊരു ചിന്തയും മനസ്സാന്നിധ്യവുമില്ലാതെയൊക്കെ ആയിത്തീരുന്നൊരു ദുരന്തം ഉണ്ടാവുകയായിരിക്കും ഫലം. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇസ്ലാം പറയുന്നത് ഈ വക കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പാലിച്ച് വളരെ അനിവാര്യമായ ഘട്ടങ്ങളിൽ മാത്രം ഉറക്കമിളക്കേണ്ടി വന്നാൽ ഉറക്കമിളച്ച് ആ ഘട്ടങ്ങളിൽ പോലും നമ്മുടെ ഫജ്ർ നമസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിച്ച് വളരെ ഗൗരവത്തോടുകൂടി നമ്മുടെ ദിവസങ്ങളെ നാം ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിട്ടുള്ള എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു റബ്ബുൽ ആലമീൻ പുറത്തു തന്ന് നമ്മെ എല്ലാവരെയും അവൻ അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, സഹിക്കാനാവാത്ത വേദനകളിൽ നിന്ന്, പരീക്ഷണങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഈ ലോകത്ത് നിന്ന് വിട പറയുന്ന നിമിഷം ഏറ്റവും സന്തോഷകരമായ നിമിഷമാക്കി അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ ഇന്നക അൻതൽ ഗഫൂറുർ റഹീം. അല്ലാഹുമ്മ തവഫനാ മുസ്ലിമീന വഅൽഹിഖ്നാ ബിസ്സാലിഹീൻ والحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد. والسلام عليكم ورحمة الله وبركاته.